എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുകുമാരനും കോടാണ് കോടി നന്ദി. എൻ്റെ പേര് ആനി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. കാരോട് ഇടവക അംഗമാണ്. എനിക്ക് 19 വയസ്സാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ അമ്മ 2023 കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല സാഹചര്യങ്ങളാൽ. ഞാൻ 2023 കൃപാസനത്തിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത് ആര് കൃപാസനത്തെ പറ്റി ചോദിച്ചാലും ഞാൻ പറയും, ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു, പക്ഷേ ഇനി ഞാൻ ഒരിക്കലും കൃപാസനത്തിൽ പോവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 10 കഴിഞ്ഞു, +2 കഴിഞ്ഞു. +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി കുറച്ചുകൂടെ അറിയാൻ പറ്റി. അങ്ങനെ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യം തോന്നി. ആദ്യം എനിക്ക് നീറ്റ് ട്രൈ ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് എനിക്ക് ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹം തുടങ്ങി. വീട്ടിൽ പറഞ്ഞു. ആദ്യം വീട്ടിൽ അമ്മയ്ക്കൊന്നും സമ്മതമില്ലായിരുന്നു. വീണ്ടും ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു, അമ്മയ്ക്ക് സമ്മതിച്ചു. പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാനപ്പോൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കില്ലായിരുന്നു, പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് കൊല്ലത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റി. എനിക്ക് അവിടെ കൊല്ലത്തും ആയതുകൊണ്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെയും വീട്ടിലെ അമ്മ നിർബന്ധിച്ചു. അവിടെ ഞാൻ പോയി പഠിക്കാൻ തുടങ്ങി. അവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ചേച്ചിമാർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നതും അമ്മ മാതാവിനെ പറ്റി പറയുന്നതും കണ്ടപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ ആഗ്രഹം അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പഠിക്കാൻ തുടങ്ങി. A1 A2 കുഴപ്പമില്ലാതെ കഴിഞ്ഞു. അപ്പോഴും എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ കുറച്ച് ടഫായിട്ട് തോന്നി തുടങ്ങി. ഗ്രാമർ ഞാൻ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. ക്ലാസ്സിൽ എനിക്ക് ടെസ്റ്റ് പേപ്പറിനൊക്കെ മാർക്കുണ്ടായിരുന്നു. സ്പീക്കിംഗ് നല്ല ടഫായി തുടങ്ങി. ഞാൻ ഓരോ ദിവസം കഴിയുന്നവരും വീട്ടിൽ വിളിച്ച് കരയുമായിരുന്നു. അമ്മ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ നിർത്തുക എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. എൻ്റെ അമ്മ പറയും, നീ അവിടെ നിന്നെക്കൊണ്ട് പറ്റും, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുമായിരുന്നു. എനിക്ക് പിന്നെ ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആര് ജർമ്മൻ സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ പൊട്ടത്തരമായിരിക്കും. എനിക്കറിയായിരിക്കും അതാണ് പറയാനുള്ളത്, പക്ഷേ എൻ്റെ പുറത്ത് വരുന്നത് മുഴുവൻ പൊട്ടത്തരമായിരിക്കും. എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ പറയും, നീ പറയുന്നത് തെറ്റാണ്, നീ ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും പാസ്സാവില്ല എന്ന്. അങ്ങനെ B2 എത്തി. എനിക്ക് നല്ല ടഫായി തുടങ്ങിയതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങി. അതിയായ ആഗ്രഹം തോന്നി. അതിന് ഫലമായി ഞാൻ ഫെബ്രുവരി 14 2026 ഉടമ്പടി എടുത്ത് ആദ്യ 2 ആഴ്ച എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു. ഞാൻ അപ്പോഴും ഓരോ കാര്യം ആകുമ്പോഴും ഇരുന്ന് കരയും. പ്രാർത്ഥന പറയുമ്പോഴും എല്ലാത്തിനും ഇരുന്ന് കരയും. അമ്മ മാതാവേ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ നിർത്തുവാണ് എന്ന് പറഞ്ഞ് വീണ്ടും കരയും. വീട്ടിൽ വിളിച്ച് കരയും. ധ്യാനം കൂടുമ്പോഴും ഓരോ പ്രാർത്ഥന പറയുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുമ്പോഴും ഒക്കെ ഇരുന്ന് കരയുമായിരുന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് ഉണ്ടായി തുടങ്ങി. അധ്യാപകർ അപ്പോഴും പറയും, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഈ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് നിനക്ക് എക്സാമിന് പോകാൻ പറ്റില്ല, അവിടെ നീ തോറ്റു പോകുമെന്ന്. അങ്ങനെ മാർച്ച് എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഡേറ്റ് എടുത്തു എക്സാമിന്. എനിക്ക് ഡേറ്റ് കിട്ടിയില്ല. മാർച്ചിൽ ഞാൻ ടെലിക്കാണ് എക്സാം എഴുതിയത്. ഏപ്രിൽ വന്ന് ടെലിക്കിൻ്റെ പാറ്റേൺ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ടെൻഷനായി. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, എനിക്ക് ഏപ്രിലിൽ വേണ്ട എക്സാം മാർച്ച് തന്നെ വേണം, എനിക്കൊരു ഡേറ്റ് നീ തരണം. മാർച്ചിൽ ഇനി ഒരു ഡേറ്റും ഇല്ലായിരുന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി എനിക്ക് മാർച്ച് 23 എന്നൊരു ഡേറ്റ് കിട്ടി. അതൊരു പെട്ടെന്ന് വന്ന ഡേറ്റാണ്. അങ്ങനെ ഞാൻ മാർച്ച് 23 എടുത്തു. എനിക്ക് അമ്മ മാതാവ് തന്ന ഡേറ്റാണെന്ന് പറഞ്ഞ് എടുത്തു. എക്സാം പ്രിപ്പറേഷനാണ്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും അവർ പറയും, നിന്നെക്കൊണ്ട് പറ്റില്ല, നീ ഈ എക്സാമിന് പോയിട്ട് കാര്യമില്ല, നിനക്ക് എന്തായാലും പൈസ വേസ്റ്റാണ്, കിട്ടൂല എന്ന്. പക്ഷേ എനിക്ക് അമ്മയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും. അപ്പോഴും ഓരോ ധ്യാനം കൂടുമ്പോഴും എല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നും പ്രാർത്ഥിച്ചു തുടങ്ങി. എൻ്റെ മുമ്പിൽ ടൈമില്ല. എനിക്ക് 1 വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. എനിക്ക് അപ്പോഴും എക്സാമിന് മുമ്പ് കൃപാസനത്തിൽ വരണമെന്നൊരു ചിന്തയൊന്നുമില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഒരു ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എക്സാമിന് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ചിന്തിച്ചു തുടങ്ങി. ഞാൻ അപ്പോഴും അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാതാവ്, ഞാൻ നിൻ്റെ സന്നിധി വരുന്നത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ എക്സാമിന് മുമ്പ് എന്നെ നിൻ്റെ സന്നിധിയിൽ എത്തിക്കണമെന്ന്. അങ്ങനെ എനിക്ക് എക്സാമിന് മുമ്പ് ഇവിടെ വരാനും ജോസഫ് അച്ഛനെ കാണാനും സാധിച്ചു. ജോസഫ് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ചു. അച്ഛൻ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടി. എനിക്ക് കിട്ടും, അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ജോസഫ് അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു. ഞാൻ അതും വെച്ച് പ്രാർത്ഥിച്ചു.
ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം. എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എനിക്ക് പറയണം. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയെന്ന് എനിക്ക് പറയണമെന്ന് ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എക്സാം 23 ഞാൻ പോയി. എറണാകുളത്ത് വെച്ചായിരുന്നു എനിക്ക് എക്സാം. ഞാൻ പോകുന്നതിന് മുമ്പേ തൈലം, ഉപ്പ് എന്നിവ ഉപയോഗിച്ചിട്ടാണ് പോയത്. ഉപ്പ് വായിലിട്ടു. പിന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പേ പോക്കറ്റിനകത്ത് ഉപ്പിട്ടു. അവിടെ നിന്ന് ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ഉടമ്പടി വസ്തുക്കൾ ഇതേപോലെ ഉപയോഗിക്കുന്നുണ്ട്, ഉപ്പ് കൊണ്ടുവരുന്നുണ്ട്, ഇവിടെ ആരും ഇടരുതെന്ന് പറഞ്ഞ്. ഞാൻ അതുകൊണ്ട് ഉപ്പ് പോക്കറ്റിൽ സൂക്ഷിച്ച് ഞാൻ എക്സാം സെൻറ്ററിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ പടിയിൽ ജസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് ക്വസ്റ്റ്യൻ വരുന്നത് വരെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആദ്യം എനിക്ക് റൈറ്റിങ്ങും ഹിയറിങ്ങും റീഡിങ്ങും ആയിരുന്നു. എനിക്ക് റീഡിങ്ങും ഹിയറിങ്ങും വലിയ കുഴപ്പമില്ലായിരുന്നു. റൈറ്റിംഗ് എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പോലും എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ മുമ്പേ ആകെ അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്ക് സ്പീക്കിങ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ എക്സാമിനുള്ള ഏകദേശം എല്ലാ പിള്ളേരെയും വിളിച്ച് എനിക്കായിരുന്നു ലാസ്റ്റ്. ഞാൻ അതുവരെ വിശ്വാസ പ്രമാണം പറഞ്ഞ് കൊന്ത പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കാശ് രൂപം കയ്യിൽ മുറുക്കി പിടിച്ചാണ് ഇരുന്ന് പ്രാർത്ഥിച്ചത്. എക്സാമിന് സ്പീക്കിങ്ങിനകത്ത് കയറി. അവിടെ 15 മിനിറ്റാണ് ഞങ്ങൾക്ക് അലോ ചെയ്യുന്നത്. എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത്രയും നേരം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എക്സാമിന് ടീച്ചറിൻ്റെ അടുത്ത് പോയതിനു ശേഷം എനിക്ക് ടെൻഷനില്ല. ഞാൻ എന്ത് പറഞ്ഞെന്ന് അവിടെ അറിഞ്ഞുകൂടാ. പറഞ്ഞത് പക്ഷെ പൊട്ടത്തരമായിരുന്നു. അവരെൻ്റെ അടുത്ത് ഓരോ കാര്യം ചോദിച്ചു തുടങ്ങും. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർ പറയും, മതി, നീ ഇത്രയും പറഞ്ഞാൽ മതി. അങ്ങനെ 3 സെക്ഷനും കഴിഞ്ഞു. ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, നിനക്ക് എക്സാമിൽ കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടൂല. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ധ്യാനം കൂടുമ്പോഴും എല്ലാ പ്രാർത്ഥനയിലും ഞാൻ പ്രാർത്ഥിക്കും, കരഞ്ഞ് തന്നെ പ്രാർത്ഥിക്കും, എനിക്കിത് കിട്ടണമെന്ന് പറഞ്ഞ്. അങ്ങനെ നോർമലി 15 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസൾട്ട് വരും. പക്ഷേ എൻ്റെ റിസൾട്ട് 1 മാസമായി റിസൾട്ട് വരാൻ. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരാതിരുന്നപ്പോൾ എൻ്റെ പഠിക്കുന്നവർ എൻ്റെ അമ്മയും പറഞ്ഞു, നീ തോറ്റ് കാണും, അതാണ് നിനക്ക് റിസൾട്ട് വരാൻ ലേറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മെഴുകുതിരിയിൽ 7 എന്ന് പറയുന്നൊരു സംഖ്യ വന്നു. ഞാനത് എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉറങ്ങിയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട്, നീ എക്സാം ജയിക്കും, പക്ഷേ നിനക്ക് റിസൾട്ട് വരാൻ ലേറ്റാവും. ഈ സ്വപ്നം കണ്ട് ഞാൻ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കറക്റ്റായിട്ട് റിസൾട്ട് വന്നു. അത് 4 മൊഡ്യൂൾ ഞാൻ നല്ല മാർക്കോടെ പാസ്സായി. അത് കഴിഞ്ഞ് എനിക്കൊരു ഏജൻസി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടിയില്ല. അപ്പോഴും എൻ്റെ വീട്ടിലും എല്ലാവരും പറഞ്ഞു, നീ പഠിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അമ്മ മാതാവ് ഇതിനെക്കാട്ടിയും വലുതൊന്ന് തരും, അതിനാണ് എനിക്ക് ഈ ഏജൻസി ഇൻ്റർവ്യൂ കിട്ടാത്തത്. ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ടൈമായി. ഞാൻ വന്നിവിടെ ഉടമ്പടി പുതുക്കി. ഞാൻ ജൂൺ 13 ഉടമ്പടി പുതുക്കി. മെയ് 30-ാം തീയതി ഞാൻ മെഴുകുതിരിയിൽ വീണ്ടും 4 എന്ന് പറയുന്ന ഒരു നമ്പർ കണ്ട്. എനിക്ക് ഈ 4 എന്തോന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ജൂൺ 4 വീണ്ടും നോക്കുന്നു, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നടക്കുമോ. അങ്ങനെ ഒന്നും നടന്നില്ല. ഞാൻ ഉടമ്പടി പുതുക്കി. അതിൻ്റെ പിറ്റേന്ന് ജൂൺ 14 എനിക്ക് വീണ്ടും കണ്ടിന്യൂ പ്രോസസ്സ് സ്റ്റാർട്ടായി. അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് 2 മാസം കൊണ്ട് പ്രോസസ്സെല്ലാം കംപ്ലീറ്റായി. എല്ലാവരും പറഞ്ഞു എനിക്ക് സെപ്റ്റംബർ ഇൻടേക്ക് കിട്ടൂല എന്ന്. പക്ഷെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ആദ്യം മുതൽ ചോദിക്കും, എനിക്ക് ഈ ഓഗസ്റ്റ് തന്നെ പോകണം, എനിക്ക് സെപ്റ്റംബർ ഇൻടേക്ക് വേണം. കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ്. ഞാൻ പോയാലേ എൻ്റെ വീട് രക്ഷപ്പെടും, അതുകൊണ്ട് എനിക്ക് വേണം. അതിനെ കരഞ്ഞ് പ്രാർത്ഥിക്കരുത്. എനിക്ക് വേണ്ടി എൻ്റെ വീട്ടുകാരും പ്രാർത്ഥിക്കും. എങ്കിലും ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് ചോദിക്കുന്ന കാര്യം ഇതായിരുന്നു. അങ്ങനെ എനിക്ക് സെപ്റ്റംബർ ഇൻടേക്ക് കിട്ടി. 28-ാം തീയതി ജൂലൈ 28 ഞാൻ വിസ എടുത്തു. VFS ഡേറ്റ് എടുത്തു. VFSൽ ഡേറ്റ് എടുത്തപ്പോഴും ആ ഏജൻസിക്കാരെൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി, വിസ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വിസയ്ക്ക് ഡേറ്റ് ഭയങ്കര ലാഗാണെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. ബാംഗ്ലൂരാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. പ്രാർത്ഥിച്ച് ഞാൻ കാശ് രൂപവും കൊണ്ട് അകത്ത് കയറി. എനിക്ക് അവിടെയും ടെൻഷനാണ്. അവരെൻ്റെ അടുത്ത് എന്ത് ചോദിക്കും, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ എങ്ങനെ ആൻസർ പറയുമെന്ന്. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന്. അവരെൻ്റെ അടുത്ത് പ്രത്യേകിച്ച് വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. എൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമായിരുന്നു അവർ ചോദിച്ചത്. അതും കഴിഞ്ഞ് ഞാൻ വീണ്ടും വീട്ടിൽ വന്നിരുന്ന്, വിസ എൻ്റെ കൈ കിട്ടണേ, എനിക്ക് സെപ്റ്റംബറിൽ തന്നെ കിട്ടണം, എനിക്ക് പോകണം, സെപ്റ്റംബർ ഇൻടേക്കാണ്, എനിക്ക് ലേറ്റ് ആവരുത്, റിജക്റ്റ് ആവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കുന്ന വഴി ഞാൻ സ്വപ്നം വീണ്ടും കാണുന്നു. എനിക്ക് വിസ കിട്ടും, നീ പേടിക്കാതെ എന്ന് പറഞ്ഞ് ഞാൻ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് എനിക്ക് ഓഗസ്റ്റ് 18-ാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. 20-ാം തീയതി എൻ്റെ കൈ കിട്ടി. ഞാൻ 31-ാം തീയതി
പോവുകയാണ്. ഓഗസ്റ്റ് 31 ജർമ്മനിയിലേക്ക് പോവുകയാണ്. നേഴ്സിംഗ് പഠിക്കാനാണ് അവിടെ പോകുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി എല്ലാവരും, ഞാൻ ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നത് വഴി എല്ലാവരും പറയും ഞാൻ അമ്മ മാതാവിനെ മെഴുകുതിരിയിൽ കണ്ടു, അമ്മയുടെ രൂപം കണ്ടു എന്ന്. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം, എനിക്കും അമ്മ മാതാവിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനിങ്ങനെ ചോദിക്കും, അമ്മ മാതാവേ എനിക്ക് മാത്രം കാണിച്ചു തരാത്ത അവർക്ക് എന്ത് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ എനിക്ക് അമ്മ മാതാവിനെ മെഴുകുതിരിയിൽ കാണാൻ പറ്റി. അങ്ങനെ 9 എന്ന് പറയുന്ന സംഖ്യ എൻ്റെ മെഴുകുതിരിയിൽ എപ്പോഴും തെളിഞ്ഞു വരും. ഞാൻ അതെന്തോന്നൊന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെപ്റ്റംബർ 1 എനിക്ക് നേഴ്സിംഗ് അവിടെ ക്ലാസ് തുടങ്ങുകയാണ്. പിന്നെ ഞാൻ വിസ വച്ച് പിറ്റേ ദിവസം 29-ാം തീയതി എനിക്ക് എൻ്റെ പച്ച തിരിയിൽ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം വന്ന്, പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇവിടെ വന്ന് പത്രം മേടിച്ചിട്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ട് വച്ച് പ്രാർത്ഥിക്കും. അമ്മ മാതാവ്, ഈ പത്രം ആവശ്യമുള്ളവരിൽ എനിക്ക് എത്തിക്കാൻ പറ്റണേ, ഈ പത്രം വായിക്കുന്നത് വഴി ഒരുപാട് പേര് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡ്, ആശുപത്രി, അങ്ങനെ നടന്ന് എല്ലായിടവും കൊണ്ടുകൊടുത്തിട്ട് ഇത് കൃപാസനത്തിലെ പത്രമാണ്, പ്രാർത്ഥിക്കണം, ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് പറയും. എൻ്റെ അടുത്ത് ആരെന്ത് വിഷമം എന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ കൃപാസന അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ട് ഈ കാര്യം നടക്കും. എൻ്റെ കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. എക്സാം ഇങ്ങനെയായിരുന്നു, എനിക്ക് സ്പീക്കിംഗ് ഒട്ടും സ്കില്ലില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു, പക്ഷേ എനിക്ക് സ്പീക്കിംഗ് കിട്ടി, എല്ലാം കിട്ടി. അത് ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ആരടുത്തായാലും ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ പറയും, നിങ്ങൾ ഉടമ്പടി എടുത്താൽ ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ കാരുണ്യം പ്രവൃത്തി ചെയ്യുന്നത് രോഗികളെ ചെന്ന് സന്ദർശിക്കും. ആശുപത്രിയിൽ അവർക്ക് ഫുഡ് കൊണ്ടുകൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്കുള്ള ഫുഡായാലും കൊണ്ടുകൊടുക്കുമ്പോൾ ഞാൻ പത്രവും കൂടെ കൊണ്ടുകൊടുക്കും. അവരുടെ അടുത്ത് ഞാൻ പറയും, ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാറും എന്ന് പറയും. എൻ്റെ ഫാമിലിയിൽ കുറച്ച് രോഗികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോഴും അവരെന്നെ വന്ന് വിളിക്കും, നീ കൂടെ വരുമോ? ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അവർ വിളിച്ച് ചോദിക്കും, വരുമോ ആശുപത്രിയിലൊന്ന് വന്നിരിക്കുമോ എന്ന് ചോദിക്കും. ഞാൻ ഒരു മടിയും കൂടാതെ ഞാൻ അവിടെ ആശുപത്രിയിൽ ചെന്ന് നിൽക്കും. എനിക്ക് അങ്ങനെ ആശുപത്രി ഇരിക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ലാത്ത ആളാണ്, സ്മെല്ലൊക്കെ. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ പോയിരിക്കും. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആനി GB തിരുവനന്തപുരം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ ജർമ്മൻ കോഴ്സ് പഠിക്കുവാനും അതേ തുടർന്ന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടണമെന്നൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും തൻ്റെ കൂടെയുള്ളവർ ഉടമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതും ആ ചേച്ചിമാരുടെയൊക്കെ സാക്ഷ്യങ്ങളാണെങ്കിലും ഉടമ്പടിയെ കുറിച്ച് അയാൾക്ക് പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ അത് പൂർണ്ണമായിട്ട് ഒത്തിരിയേറെ പ്രചോദനം കൊണ്ടുതന്നെയാണ് താൻ ഉടമ്പടിയെടുത്ത് അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആൾത്താരക്ക് മുമ്പിൽ കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. തന്നെ തുടർന്നാണെങ്കിലും ജർമ്മൻ പഠിക്കുമ്പോഴാണെങ്കിലും തുടർന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്പീക്കിംഗ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പഠിക്കാൻ തക്ക പോരായ്മ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ഉറച്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലം തന്നെയാണ് തനിക്ക് ഓരോ കാര്യങ്ങൾ ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകുവാനും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുക ചെയ്ത്. അതോടൊപ്പം തന്നെയാണെങ്കിലും തന്നിലൂടെയാണ് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ എന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോടാണ് ചേർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ ആണെങ്കിലും ഈ മകള് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. പലപ്പോഴും കൂടെയുള്ളവരും അധ്യാപകരൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഇത് പാസ്സാകുമോ, നിന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളതൊക്കെയത്. എന്നാൽ ഈ മകൾക്ക് പറ്റുമെന്ന് മനസ്സുകൊണ്ട് ഉറച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണെങ്കിലും പരീക്ഷകളൊക്കെ കഴിയുമ്പോൾ അത് 15 ദിവസത്തിനുള്ളിൽ വരേണ്ടത് ഈ മകളുടെ റിസൾട്ട് മാത്രം താമസിക്കുമ്പോൾ ഒത്തിരി പേടിയോടെയാണ് മുമ്പോട്ട് പോയെങ്കിലും അത് നല്ല മാർക്കോടുകൂടി 4 വിഷയങ്ങൾ പാസ്സാകുവാനായിട്ട് ഈ മകൾക്ക് സാധിക്കുക ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയും ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ മകൾക്ക് ജർമ്മൻ പാസ്സാകുവാനും അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പരിശുദ്ധ അമ്മയോട് അനുഗ്രഹിക്കുക ചെയ്തത്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാതാവിന് വേണ്ടിയിട്ടൊക്കെ പൂർണ്ണമായിട്ടും സാക്ഷ്യങ്ങളും ആശുപത്രിയിലാണെങ്കിലും തൻ്റെ കൂടെയുള്ളവർക്കാണെങ്കിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ആണെങ്കിൽ പ്രേക്ഷിതപ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് പരിശുദ്ധ അമ്മയെ തൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുക ചെയ്ത് പരിശുദ്ധ അമ്മയിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്.
ഇനിയും മകളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും നിരവധി നിയോഗങ്ങളും ആവശ്യങ്ങളായിട്ട് കടന്നു വരുമ്പോൾ നമ്മളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.